ദിവ്യഗർഭം. രചന മഞ്ഞുതുള്ളി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ശാരദേ, അറിഞ്ഞോ? ആ മേലെ പറമ്പിലെ മച്ചിപ്പെണ്ണിന് വിശേഷമുണ്ട്. ശരിക്കും? ശരിക്കും. എന്നാലും എത്ര കാലം കാത്തിരുന്നിട്ടല്ലേ? അത്ഭുതം തന്നെ. അംബികയിൽ നിന്ന് ആ വാർത്ത കേട്ടതും ശാരദ അത് മറ്റൊരാളോട് പറയാനായി ഓടി. വേലിക്കരികിൽ നിന്ന് അവർ പറയുന്ന ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. അവൾ കേട്ടു. ഒക്കെ കേട്ട് അവളൊരു പുച്ഛം നിറഞ്ഞ ചിരി വിടന്നു. മച്ചിപ്പെണ്ണ്. കല്യാണം കഴിഞ്ഞ് 5 വർഷമായിട്ടും കുട്ടികൾ ഉണ്ടാവാതായപ്പോൾ എല്ലാവരും കൂടി ചാർത്തി തന്ന പേര്. നീണ്ട 10 വർഷത്തെ കാത്തിരിപ്പ്. ഇതാ ഞാനൊരു അമ്മയാവാൻ പോകുന്നു. അവൾ അറിയാതെ വലത് കൈ ഉദരത്തെ തഴുകി. ഇന്നിവിടെ ഒരു ജീവന്റെ തുടിപ്പ് മുളച്ചിരിക്കുന്നു. ഇത്രയും കാലം പറഞ്ഞു നടന്നവർക്കൊക്കെ മറുപടിയായി വീർത്തുന്നിയ വയറുമായി അവൾ നടന്നു. വയറ് കണ്ട അത്ഭുതത്താൽ മിഴിഞ്ഞ കണ്ണുകളെ അവൾ അവഗണിച്ചു. നാടൊട്ടുക്ക് അവൾ അറിയാത്തന്നെ കഥകൾ പരന്നു തുടങ്ങി. ആസ്ഥാന ജ്യോത്സ്യൻ പറഞ്ഞു നടക്കാൻ തുടങ്ങി. അയാൾ എഴുതി കൊടുത്ത വഴിപാടുകൾ മുറതെറ്റാ ചെയ്ത കാരണമാണ് അവൾ ഗർഭിണിയായതെന്ന്. കുടുംബക്കാവിലെ നാഗങ്ങൾ കുരുളി കമിഴ്ത്തിക്കൊണ്ടാണെന്ന് മറ്റു ചിലർ. അമ്പലത്തിലെ കോമര് ഉറഞ്ഞു തുള്ളി. ദേവി പ്രീതിപ്പെട്ടിരിക്കുന്നു. എനിക്ക് വെച്ച നിറവയറും വഴിപാടുകളും ഇനിയും മുടക്കം കൂടാതെ നടത്തണം. ഇത് ദേവിയുടെ പ്രസാദമാണ്. അപ്പോഴെല്ലാം അവൾ ഉള്ളിൽ ചിരിച്ചുകൊണ്ടിരുന്നു. കല്യാണം കഴിഞ്ഞ് പാടവരമ്പത്തുകൂടെ അയാളുടെ കൈപ്പിടിച്ച് ഈ വീട്ടിൽ വലതുകാലം വെച്ച് കയറുമ്പോൾ കണ്ട സ്വപ്നങ്ങളൊക്കെയും ദിവാസ്വപ്നങ്ങളായിരുന്നു എന്ന് അവൾ അധികം വൈകാതെ മനസ്സിലാക്കി. ആദ്യമൊക്കെ ഇണക്കുരുവികളെപ്പോൾ കൊക്കുരുമി നടന്നവർ പിന്നീട് അയാൾ മുന്നിലും അവൾ പുറകിലുമായി നടക്കാൻ തുടങ്ങി. പിന്നീട് എപ്പോഴും അയാൾ ഇറങ്ങിപ്പോകും. അവളെ കൂടെ കൊണ്ടുപോവാതെയായി. തങ്ങളുടെ ഇടയിൽ രണ്ടുപേരുടെയും കൈകൾ ചേർത്ത് പിടിക്കാൻ ഒരു കുഞ്ഞി കൈകൾ ഉണ്ടായിരുന്നെങ്കിലെന്ന് അവൾ ആ നിമിഷമെല്ലാം അറിയാതെ ആഗ്രഹിച്ചു പോകും. അപ്പോഴൊക്കെ തന്റെ മുറിയിൽ അടച്ചിരുന്ന അവൾ പരിഭവം കരഞ്ഞു തീർക്കും. ആദ്യമൊക്കെ വീട്ടുകാർ ഗർഭിണിയാവാത്തിൽ കുറ്റപ്പെടുത്തിയപ്പോൾ അയാൾ തലോടി ആശ്വസിപ്പിക്കുമായിരുന്നു. പക്ഷെ വീട്ടുകാരോടൊപ്പം നാട്ടുകാർ ഏറ്റെടുത്തോടെ ആ തലോടലും എന്നോ നിലച്ചു. പിന്നീട് കാലം കഴിയും തോറും അയാളുടെ അവൾക്കായി മാത്രം തിളങ്ങിയിരുന്ന കണ്ണിലെ തിളക്കം മങ്ങാൻ തുടങ്ങി. അയാൾക്കായി പുഞ്ചിരി തൂവിയിരുന്ന അവളിലും എന്നൊരു വിഷാദഭാവം നിറഞ്ഞു. എന്നും അമ്പലങ്ങളും വഴിപാടുകളും, കഴിക്കാത്ത മരുന്നുകളില്ല. ചില മരുന്നുകളുടെ രാസപ്രവർത്തനത്താൽ അവൾ വണ്ണം വയ്ക്കും. അത് കുറക്കാൻ വൈദ്യർ ആവശ്യപ്പെടുമ്പോൾ പട്ടിണി കിടന്നും കഠിനമായി പണിയെടുത്തും കുറക്കാൻ ശ്രമിക്കും. ചുളിവുകളും വരകളും വീഴാത്ത ഇപ്പോഴും ഉടച്ചിൽ തട്ടാത്ത ഉദരത്തെ അവൾ വെറുത്തു തുടങ്ങി. ചുരത്താത്ത മാറിടങ്ങളെ നോക്കി അവൾ പലപ്പോഴും വിലപിച്ചു. എങ്കിലും അവളുടെ നൊമ്പരം അയാൾ കണ്ണിൽ നിന്നടിച്ചു. നേരത്തെ ജോലിക്കായി വീട്ടിൽ നിന്നിറങ്ങി നേരം വൈകി വരുന്ന അയാൾ പതിവാക്കി. എന്നോ എപ്പോഴും അവൾ ചോദിച്ചു, നമുക്കൊരു ഡോക്ടറെ കണ്ടാലോ എന്ന്. പക്ഷേ എനിക്കല്ല കുഴപ്പം, നിനക്കാണ്. അതുകൊണ്ട് നീ പോയി ഡോക്ടറെ കണ്ടാൽ മതി എന്നും പറഞ്ഞ അയാൾ അവളുടെ ആവശ്യം നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞു. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അയാൾ അവളെ ഉപേക്ഷിച്ച് വേറെ കെട്ടാൻ തീരുമാനിച്ച ദിവസം എല്ലാവരും പൂമുഖത്ത് ഒത്തുതീർപ്പിനായി ഒത്തുകൂടി. സംസാരം പുരോഗമിക്കവേ അരിവെന്ത മണമടിച്ചതും അവൾ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് ഓടിപ്പോയി ഛർദ്ദിക്കാൻ തുടങ്ങി. അമ്മമാർ അർത്ഥം വെച്ച് ചിരിച്ചു. അമ്മായിമാർ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. അതുവരെ ശോകമുഖമായ അന്തരീക്ഷം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അയാൾ മാത്രം ഇതെങ്ങനെയെന്നറിയാതെ വിഷണനായി. വേർപിരിക്കാനായി വന്നവർ അവരെ ചേർത്ത് വെച്ച് മടങ്ങി. വയറ് വീർത്തു വരുംതോറും അയാളിലുള്ള സംശയവും ആകുലതയും വർദ്ധിച്ചു വന്നു. ഏതോ ഒരു അവീത സന്തതിയുടെ അച്ഛനായി താൻ ശിഷ്ടജീവിതം കഴിക്കേണ്ടി വരുമെന്ന നഗ്നസത്യം അയാളെ വീർപ്പുമുട്ടിക്കാൻ തുടങ്ങി. എങ്കിലും അവളോട് അതിനെപ്പറ്റി ചോദിക്കാൻ അയാൾ അറച്ചു. എല്ലാം മറച്ചു വെച്ച് വീട്ടുകാരുടെ മുമ്പിൽ അയാൾ ഉത്തമ ഭർത്താവായി. ഇന്നാണ് അവിടെ പ്രസവം. കൗസല്യ പ്രസവിച്ചു, ആൺകുഞ്ഞ. ഭൂമിയിലെ മാലാഖ അയാളോട് വിളിച്ചു പറഞ്ഞു. ഓടിച്ചെന്നയാൾ ആ മാലാഖയുടെ കയ്യിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു വെച്ച ജീവന്റെ അംശത്തെ ഏറ്റുവാങ്ങി. എന്റെ കുഞ്ഞു തന്നെയാണോ എന്നയാൾ ആ കുഞ്ഞു മുഖത്തേക്ക് ഉറ്റുനോക്കി. ബോധം വീഴുമ്പോൾ തന്റെ അടുത്ത് കിടക്കുന്ന ആ കുരുന്ന ജീവൻ അവൾ കണ്ണുനിറയെ കണ്ടു. തന്റെ കുഞ്ഞ്. അവളുടെ അമ്മമനം തുടികൊട്ടിക്കൊണ്ടേയിരുന്നു. കുഞ്ഞിനെ എടുത്തപ്പോൾ ആരോ പറയുന്നുണ്ടായിരുന്നു, ദേ നോക്ക്, ശരിക്കും നമ്മുടെ അച്ഛൻ്റെ കണ്ണുമുഖം തന്നെയാണല്ലേ. എന്നാലും ദൈവങ്ങൾ നമ്മുടെ പ്രാർത്ഥന കേട്ടു. അത് കേട്ടതും അവൾ അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവളുടെ നോട്ടം നേരിടാനാവാതെ അയാൾ വിയർത്തു, മുഖം കുനിച്ചു. എങ്കിലും 1 വർഷത്തോളം അവളെ ഒന്ന് ചേർത്ത് പിടിക്കാതെ എങ്ങനെയെന്ന ചോദ്യം അയാളിൽ ഉയർന്നുകൊണ്ടിരുന്നു. അയാൾക്കുണ്ടായിരുന്ന പോലെ ഒരു താടിച്ചുഴിയും മറുകും കുഞ്ഞിനും കണ്ടതോടെ സംശയങ്ങൾ അസ്ഥാനത്തായി. ഒന്നും പറയാനോ ചോദിക്കാനോ ആവാതെ അയാൾ വീർപ്പുമുട്ടി. ചോദ്യങ്ങൾ അയാളെ മതിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവളോട് അപ്പോഴത് ചോദിക്കാൻ അയാൾ മടിച്ചു. കുഞ്ഞ് വളരുന്തോറും അയാളെ മുറിച്ചു വെച്ച പോലെ. ഒരു വേള അയാളുടെ പ്രതീക്ഷയായാണോ എന്ന് തോന്നിപ്പോവും. എങ്കിലും ഇതെങ്ങനെ? എന്നെപ്പോലെ തന്നെയുള്ള അടയാളങ്ങൾ. സ്വന്തം സഹോദരനെയും എന്തിന് അച്ഛനെ വരെ അയാൾ സംശയിക്കാൻ തുടങ്ങി. അവരറിയാതെ അയാളെല്ലാവരെയും നിരീക്ഷിക്കാൻ തുടങ്ങി. എന്നിട്ടൊരു എത്തുംപിടിയും കിട്ടാതായപ്പോൾ തനിക്ക് ഭ്രാന്താവുന്ന അവസ്ഥ വന്നപ്പോൾ അയാൾ അവളോടെല്ലാം തുറന്ന് സംസാരിക്കണമെന്ന് ഉറച്ചു. പ്രസവം കഴിഞ്ഞ 6 മാസം അവളുടെ വീട്ടിൽ തന്നെ അവൾ നിന്നു. ഇന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോകാനായി അവളുടെ വീട്ടിലെത്തിയ അയാൾ അവളുടെ മുറിയുടെ വാതിൽ ചെന്ന് തട്ടി. അച്ഛ എന്ന് വിളിച്ച് മുട്ടൂത്തിക്കൊണ്ടുവന്ന 6 മാസക്കാൻ അയാൾ എടുക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് ആദ്യം അറച്ചു നിന്നു. ആദ്യമായി അവന്റെ നാവിൽ നിന്ന് വീണ വാക്കുകൾ അയാളിലെ അച്ഛനെ ഉണർത്തി. ആ നിമിഷം അയാൾ എല്ലാ സംശയങ്ങളും മറന്നുപോയി. അവനെ കൈകളിൽ കോരിയെടുത്ത് കവിളിൽ തുരുതുരെ ഉമ്മ വെച്ചു.
ശേഷം അവളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിക്കാൻ സമ്മതിക്കാതെ അവൾ ചില കടലാസുകൾ അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ കടലാസുകൾ തന്നെ മെഡിക്കൽ റിപ്പോർട്ട്സ് ആണെന്ന് കണ്ട അയാൾ അന്ന് ആദ്യമായി അവളുടെ മുമ്പിൽ തലകുനിച്ച് നിന്നു. ഒടുക്കം മച്ചിപ്പെണ്ണ് ഗർഭിണിയായി, പ്രസവിച്ചു അല്ലേ? ദിവ്യഗർഭം എങ്ങനെയുണ്ടായിന്നറിയാൻ വേണ്ടി വന്നല്ലേ? അയാളൊന്നും മിണ്ടിയില്ല. എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു, നിങ്ങൾക്കറിയായിരുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടെല്ലാം എന്നോട് മറച്ചു വെച്ചു? അവൾ ആദ്യമായി അയാളോട് ഒന്ന് പൊട്ടിത്തെറിച്ചു. അവസാനം അതൊരു പൊട്ടിക്കരച്ചിലായി മാറുമ്പോൾ അയാൾ അവളുടെ കാലുപിടിച്ച് മാപ്പ് അപേക്ഷിക്കുകയായിരുന്നു. അപ്പോഴും മറ്റുള്ളവരൊന്നും അറിയരുതെന്ന് അയാൾ അവളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഇതെങ്ങാനും പുറത്തറിഞ്ഞാൽ തനിക്ക് നാട്ടിൽ തലയുയർത്തി നടക്കാനാവില്ലെന്ന അയാളുടെ ന്യായവാദം കേട്ടവൾ അയാളെ പൂച്ചിച്ച് പൊട്ടിച്ചിരിച്ചു. മാസം കൃത്യമായി ചുവന്ന പൂക്കളുമായി വരുന്ന വിരുന്നുകാരൻ അവളെ മറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നോ മച്ചിൽ നിന്ന് വീണിട്ടിയ ചില കടലാസുകളിൽ അയാളുടെ പേരും വിലാസവും കണ്ടപ്പോൾ എന്താണെന്നറിയാൻ സുഹൃത്തായ ഡോക്ടറുടെ സഹായം തേടി. അന്ന് അവൾ ആ സത്യം തിരിച്ചറിഞ്ഞു. തനിക്കല്ല കുഴപ്പം, താൻ മച്ചിയല്ല. ഇത്രയും കാലം തന്നെ വഞ്ചിച്ച അയാളോട് അവൾക്ക് അടങ്ങാത്ത ദേഷ്യം തോന്നി. അയാൾ കാട് കയറി ചിന്തിച്ചിരിക്കുന്ന കണ്ടവൾ കൈകൊണ്ട് അയാൾ അടുത്തേക്ക് വരാൻ ആംഗ്യം കാട്ടി. ഇപ്പോഴും സംശയമാണോ ഈ കുഞ്ഞ് സ്വന്തം രക്തമാണോ എന്ന്? എങ്കിൽ സംശയിക്കേണ്ട, ഇത് നിങ്ങളുടെ കുഞ്ഞെന്നെയാ. ഞാനറിയാൻ നിങ്ങൾ ചികിത്സയേടി പോയ ഹോസ്പിറ്റലിൽ എൻ്റെ കൂട്ടുകാരും ജോലി ചെയ്യുന്നുണ്ട്. അവളാ നിങ്ങൾ പോലും അറിയാൻ നിങ്ങൾ അവിടെ ട്രീറ്റ്മെൻറ്റിനായി കൊടുത്ത ബീജം എന്നിൽ ഇഞ്ചെക്ട് ചെയ്ത്. ഒരു പരീക്ഷണം, അത്രമാത്രം. എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ടാവാം ആ ചികിത്സ ഫലിച്ചു. നിയമവിരുദ്ധമാണെന്നറിയാം, പക്ഷെ ഞാൻ മാനസികമായി ആത്മഹത്യയുമെന്ന പേടികൊണ്ടാണ് അവൾ ആ പരീക്ഷണം ചെയ്യാൻ തുനിഞ്ഞത്. അതുകൊണ്ട് നടന്നെല്ലാം നമുക്കിടയിൽ രഹസ്യമായിരിക്കട്ടെ. ഒന്നും മിണ്ടാതെ അയാൾ ആ മുറിയിൽ നിന്ന് ഇറങ്ങി നടന്നു. അപ്പോഴും 6 മാസക്കാരൻ ഇതൊന്നും അറിയാതെ അയാളുടെ താടി രോമങ്ങൾ പിടിച്ചു വലിച്ച് പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ചുകൊണ്ടിരുന്നു.